വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. പുതുക്കൽ കേന്ദ്രങ്ങളിലെ തിരക്കും ഉപയോക്താക്കളുടെ സൗകര്യവും കണക്കിലെടുത്താണ് സമയപരിധി ഈ വർഷം അവസാനം വരെ നീട്ടിയത്. യമനിലെ വിവിധ ഗ്രാമങ്ങളിലായി 3.7 ലക്ഷത്തിലധികം പേർക്ക് കുടിവെള്ളം എത്തിച്ച് ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി. പ്രദേശത്ത് കുടിവെള്ളം ഉറപ്പാക്കുന്നതിനായി 2020 മുതൽ $3.5 മില്യൺ ചെലവിട്ടാണ് പദ്ധതി നിർവഹിച്ചത്. ഇസ്രായേലി ആക്രമണത്തെ തുടർന്ന് ഗസയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപലപിച്ച് ദോഹയിലെ ഫ്രഞ്ച് എംബസി മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കണമെന്നും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അനുവദിക്കണമെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. സൽവാ റോഡിൽ നിന്ന് മിഷൈരിബ് ഇന്റർസെക്ഷനിലേക്ക് വരുന്ന ജാബിർ ബിൻ അഹ്മദ് ഇന്റർസെക്ഷനിലെ ലെഫ്റ്റ് ടേൺ ലൈൻ വെള്ളിയാഴ്ച പുലർച്ചെ 2 മുതൽ ഞായറാഴ്ച രാവിലെ 5 വരെ അടച്ചിടും. വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയത്ത് ഉയർന്ന അന്തരീക്ഷ താപനിലയും ഹ്യൂമിഡിറ്റിയും തുടരുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച കടൽ തീരത്ത് ശക്തമായ കാറ്റും ഉയർന്ന തിരമാല ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.